സൗദിയിൽ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ അനുമതി. ഇത് സംബന്ധിച്ച തുടർ നടപടികൾക്ക് വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തി. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സൗദി മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് പ്രവാസികളുടെ കുടുംബത്തിന് സൗദിയിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ. ഇത് സംബന്ധമായ സമ്പൂർണ്ണമായ തീരുമാനമെടുക്കാൻ സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിൽ ഈ ആശ്രിത വിസയിലുള്ളവർക്കും ഫാമിലി വിസയിലുള്ളവർക്കും നിലവിൽ ജോലി ചെയ്യാൻ സൗദിയിൽ അനുമതിയില്ല, ഇവർക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇവർക്ക് ഏതൊക്കെ മേഖലയിൽ ജോലി ചെയ്യാം, എന്തൊക്കെ ജോലി ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രിക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് എന്ത് ലവി ഈടാക്കണം എന്നും മന്ത്രിക്ക് തീരുമാനിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. നിലവിൽ സാധാരണ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന ലവിയുടെ പകുതി മാത്രമാണ് ഫാമിലി വിസയിലുള്ള അവരിൽ നിന്ന് ഈടാക്കുന്നത്. ഇനി ഇവർ തൊഴിൽ മേഖലയിലേക്ക് മാറുമ്പോൾ അവരിൽ നിന്ന് ഈടാക്കുന്ന ലവി എത്ര സാധാരണ തൊഴിലാളികൾക്ക് തുല്യമായ ലവി തന്നെയായിരിക്കും ഈടാക്കുക എന്നാണ് സൂചന. ഇത് സംബന്ധമായ തീരുമാനമെടുക്കാനും മന്ത്രിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നിതാക്കാത്ത പ്രകാരം ഒരു വിദേശ തൊഴിലാളിയായി ഈ ഫാമിലി വിസയിൽ ഉള്ളവരെ അവർ ജോലിയിലേക്ക് മാറുമ്പോൾ സാധാരണ ഒരു വിദേശ തൊഴിലാളിയായി തന്നെ നിതാക്കാത്ത പ്രകാരം എണ്ണും എന്നും മന്ത്രിസഭ പ്രത്യേകം പറയുന്നുണ്ട്. ഭാര്യ, ഭർത്താവ്, അതോടൊപ്പം തന്നെ വനിതാ തൊഴിലാളികളുടെ പുരുഷനായ രക്ഷാകർത്താവ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഗണത്തിൽ പെടുക. വിദേശത്തു നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഉള്ള സൗദിയിലുള്ളവർക്ക് തന്നെ തൊഴിൽ അവസരങ്ങൾ നൽകുകയാണ് ഈ സൗദി തൊഴിൽ മന്ത്രാലയം, മന്ത്രിസഭ. ഇത് ഫാമിലി വിസയിലുള്ളവർക്ക് മാത്രമാണ് ഇതിനുള്ള ഈ അനുമതി നൽകുക. അനുമതിയുള്ളത്. എന്നാൽ വിസിറ്റ് വിസയിലോ, അതായത് സന്ദർശന വിസയിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ ഉംറ വിസയിലോ ഉള്ള ആളുകൾക്ക് ഇതിനുള്ള അനുമതി ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമാണ് മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.